ഓക്കെ. അപ്പൊ ഇന്നലെ നമ്മള് ദേഷ്യവും പകയും തമ്മിലുള്ള വ്യത്യാസവും സ്നേഹവും വെറുപ്പും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. എന്തുകൊണ്ട് മനസമാധാനം ഉം അതെടുക്കാട്ടോ. അടുത്ത ദിവസം എടുക്കാം. എന്തുകൊണ്ട് മനസമാധാനം നല്ല സെഷനാ. അത് ഇടയ്ക്ക് ഓർമ്മിപ്പിക്കണ എന്നെ കേട്ടോ. പ്രോസസ്സിന്റെ ലിങ്ക് ആരിലും ഒന്ന് ഇട്ട് കൊടുക്കുക. മനസമാധാനം ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ബാക്കിയെല്ലാം ലോകത്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇതിന് മാത്രം എന്തുകൊണ്ട് പഴയ വഴികൾ തന്നെ പരീക്ഷിക്കുന്നു? അവിടെയാണ് മനുഷ്യൻ നിരീക്ഷണം എന്ന കല, എന്ത് സംസാരിക്കുന്നതിനു മുമ്പും എന്ത് പ്രവർത്തിക്കുന്നതിനു മുമ്പും എന്ത് കാര്യങ്ങളിൽ നിങ്ങൾ ഇറങ്ങുന്നതിനു മുമ്പും ജസ്റ്റ് വാച്ച്, ഒന്ന് നിരീക്ഷിക്കുക, ഒന്ന് പോസ് ചെയ്യുക. അതായത് കണക്ക് കൂട്ടി സംസാരിക്കുക. പലപ്പോഴും പ്രലോഭനങ്ങൾ ഉണ്ടാകും, പ്രകോപനങ്ങൾ ഉണ്ടാകും. ആ നിമിഷം നിങ്ങൾ ഒന്ന് നിരീക്ഷിച്ചതിന് ശേഷം പ്രവർത്തിക്കുക, സംസാരിക്കുക. ഒന്ന് ആലോചിക്കുക. നിങ്ങളെ പൊട്ടനെന്ന് വിളിച്ചോട്ടെ, മണ്ടനെന്ന് വിളിച്ചോട്ടെ, പക്ഷെ നിങ്ങളോട് ഇഷ്ടമായിരിക്കും ആളുകൾക്ക്. അത് മതി. അവന് വലിയ കഴിവൊന്നുമില്ല, പൊട്ടനാന്ന് വിളിച്ചോട്ടെ, പക്ഷെ ഇഷ്ടമായിരിക്കും. ഇഷ്ടം, അത് മതി. വേറെ ഒന്നും വേണ്ട. വലിയ എതിർപ്പൊക്കെ എതിർക്കുന്നുണ്ടാവും, പക്ഷെ നിങ്ങളെ ഇഷ്ടമായിരിക്കും. അതിന്റെ സീക്രട്ടാണ് യേശു എങ്ങനെയാണ് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുക്കുന്നത് എന്ന സീക്രട്ട്. എങ്ങനെയാണ് പാപങ്ങൾ ഏറ്റെടുക്കുന്നത്? ഇതുവരെയുള്ള എല്ലാ പാപങ്ങളും കൊണ്ടുവരെ അതെങ്ങനെ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോൺഷ്യസ്നെസ് നിങ്ങളുടെ ഉള്ളിൽ നിറയുമ്പോഴാണ്. ആ, ഇപ്പോഴും പറയാറില്ല യേശു വെറും പൊട്ടനായിരുന്നു, അല്ലെങ്കിൽ ചെയ്തതൊന്നും ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ എത്രയോ നിരീശ്വരവാദ ചർച്ചകൾ നടക്കുന്നുണ്ട്. അവിടെ ആ കോൺഷ്യസ്നെസ്, ഞാൻ ഒരു ഒരു ഇതിനെ കുറിച്ച് പറയുന്നതല്ല, ആ കോൺഷ്യസ്നെസ് ആണ് ഇന്നിന്റെ ആവശ്യം. അത് ഉള്ളിൽ നിറയുകയാണ്. ഈസ കോൺഷ്യസ്നസ്, യേശു അല്ലെങ്കിൽ മുരുക കോൺഷ്യസ്നസ്. അത് സ്നേഹത്തിൻ്റെതാണ്, വിനയത്തിൻ്റെതാണ്, എളിമയുടേതാണ്, അടക്കത്തിൻ്റെതാണ്, ക്ഷമയുടേതാണ്. പക്ഷെ സിസ്റ്റം സിസ്റ്റം നിങ്ങളെ പഠിപ്പിക്കുന്നതും നിർബന്ധിക്കുന്നതും വേറെ പലതിനുമാണ്. പഠിക്കാൻ, ജോലി ചെയ്യാൻ, കല്യാണം കഴിക്കാൻ, കുട്ടികൾ ഉണ്ടാക്കാൻ, മരണം വരെ അടിമയാകാൻ. അതിനാണ് സിസ്റ്റം നിങ്ങളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ചൂസ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ നിങ്ങളുടെ കൈകളിലാണ്. ഈ സിസ്റ്റം നിങ്ങളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. പേരിനെങ്കിലും ഒരു ജോലി, പേരിനെങ്കിലും ഒരു ഡിഗ്രി. സ്കൂളിൽ വലിയ ബാഗും തൂക്കി പോകുന്ന കുട്ടിക്ക്
അവന് തന്നെ, അല്ലെങ്കിൽ ആ കുട്ടിക്ക്, ആ പെൺകുട്ടിക്ക്, ആൺകുട്ടിക്ക്, അവർക്ക് തന്നെ അറിയില്ല എന്തിന് ഞാനിത് പഠിക്കണം. നിങ്ങൾ നോക്കിക്കോ, അവർ റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അവർ റെസിസ്റ്റ് ചെയ്യുമ്പോൾ അത് ഡിപ്രഷൻ ആകും, OCD ആകും, ആങ്സൈറ്റി ആകും. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും റെസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് വാച്ച് ഇറ്റ്. അത് വേറൊരു സിസ്റ്റത്തിന്റെ തുടക്കമാണ്. ലീവ് ഇറ്റ്. നിങ്ങൾ കുറച്ച് നാളൊന്ന് ലീവ് ചെയ്ത് നോക്ക്. അവിടെയാണ് മിറാക്കിൾസ് സ്റ്റാർട്ട് ആകുന്നത്. എന്താണോ 2000 വർഷം മുമ്പ് നടന്ന മിറാക്കിൾസ്, അത് ഇന്നും സ്റ്റാർട്ട് ആവാൻ തുടങ്ങും. എന്താണോ 5000 വർഷം മുമ്പ് നടന്ന മിറാക്കിൾസ്, അതും സ്റ്റാർട്ട് ആകാൻ തുടങ്ങും. എന്താണോ 1500 വർഷം മുമ്പ് നടന്ന മിറാക്കിൾസ്, അതും സ്റ്റാർട്ട് ആകാൻ തുടങ്ങും. എല്ലാം ഒരുമിച്ച് സ്റ്റാർട്ട് ആകും. പക്ഷെ അടിമയായി മാറരുത്. ഇതൊരു അടിമ ഫാക്ടറിയാണ്. ആരാണോ ആദ്യം ആ സിസ്റ്റത്തിന് തുടക്കം കുറിച്ചത്, അവരിന്നും വർക്ക് ചെയ്യുന്നുണ്ട്. അവരിന്നും സജീവമായി വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരാവശ്യമില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ തലയിൽ കുത്തി നിറച്ച് തരുന്നുണ്ട്. ഒരാവശ്യം നിങ്ങളുടെ ജീവിതത്തിൽ അതുകൊണ്ട് ഉണ്ടാവില്ല. സ്ലേവ് ഫാക്ടറി. സ്ലേവ് ക്യാച്ചേഴ്സ് ഇന്നും സജീവമാണ്. ഞാനിത് പറയുമ്പോൾ ലോകത്തിന്റെ പല സിസ്റ്റവും തകരും. പക്ഷേ ഇത് സ്വാതന്ത്ര്യത്തിന്റെ വഴിയാണ്. പലതും തകർന്ന് തരിപ്പണമാകും. അത് ആരും തകർക്കേണ്ടതില്ല. സ്വന്തം ഉള്ളിൽ നിന്നും പൊട്ടി മുളച്ചു വരും. എല്ലാം നിങ്ങൾ ഉപേക്ഷിക്കും. ഞാൻ പറഞ്ഞു തരേണ്ട ഒരു കാര്യമില്ല. ഇന്നത് ചെയ്യണ്ട, ഇന്നത് ചെയ്യണം, ഇന്നത് വിട്ടോ, അതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു മുമ്പ്. ഇനി അത് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ഫോളോ ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അത് വേണ്ട എനിക്ക്. ഇതൊക്കെ ഞാൻ എന്തിനാ ചെയ്യണത്? ഇതൊക്കെ എന്തിനാ ഞാൻ പഠിക്കണത്? അടിമ വഴി എല്ലാവരും കാണും, 100-ൽ 100 പേരും കാണും. പക്ഷെ സ്വാതന്ത്ര്യത്തിന്റെ വഴി ആരും കാണൂല. ഇന്ന് ചെറിയ കുട്ടികൾ മുതൽ അസംതൃപ്തരാണ്. എന്തിനാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ പാഠം പഠിക്കണം. ഓട്ടോ മോഡിലേക്ക് നിങ്ങളുടെ സിസ്റ്റത്തെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. മക്കള് മക്കള് നിങ്ങളെ തിരുത്തും. നിങ്ങളുടെ സിസ്റ്റത്തെ പൊളിച്ചടക്കും. അതിനു മുമ്പേ നിങ്ങൾ തിരുത്തിക്കോ. നിങ്ങൾ പറയും മക്കളോട്, ഒരു ജോലിയെങ്കിലും വേണം, ഒരു കല്യാണം കഴിക്കണം, എനിക്ക് അത് കണ്ടിട്ട് വേണം മരിക്കാൻ. നിന്റെയൊക്കെ ഒരു സിസ്റ്റം. ഒരിക്കലും നിങ്ങൾ അങ്ങനെ മക്കളോട് പറയരുത്. ഒരിക്കലും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നിർബന്ധിക്കരുത്. ഇതൊരു ഫേക്ക് ആയിട്ടുള്ള സിസ്റ്റമാണ്. ഫേക്ക് ആയിട്ടുള്ള പ്രശ്നമാണ്. ഇതിനൊന്നുമല്ല ഇവിടെ വന്നത്.
അതാ കുട്ടികൾക്കറിയാം, ചെറിയ കുട്ടികൾക്കറിയാം ഇതിനൊന്നും അല്ല ഇവിടെ വന്നതെന്ന്. ഇവന്മാരെന്താ ഈ കാണിക്കണെന്ന് വിചാരിച്ച പകച്ചു നിൽക്കുകയാണ് അവര്. ഇവരെന്നെ ഈ കാണിച്ചുകൊണ്ടിരിക്കണ ഇവന്മാര്. അതിന്റെ ഇടയിൽ കിടന്നിട്ട് വീർപ്പ് മുട്ടുവാണ് കുട്ടികൾ. ഞാൻ ഇതിനൊന്നും അല്ല ഇവിടെ വന്നത്, ഇവന്മാർ എന്താ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നിങ്ങൾ മെറ്റാഫിസിക്സ്, ആ മെറ്റാഫിസിക്സിന്റെ കൂടെ നിഗൂഢത, ആ നിഗൂഢതയുടെ കൂടെ ഡിവൈൻ ആയിട്ടുള്ള ഡിവൈൻ മാത്തമാറ്റിക്സ്, ഇത് നിങ്ങൾ ഒത്തുചേരുന്ന ഒരു മേഖലയാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓപ്പൺ ആയിട്ടുള്ള അറിവുകൾ എല്ലാവരും നേടി. നിഗൂഢമായ അറിവ് നേടാൻ ആരും ശ്രമിച്ചില്ല. ഭയമായിരുന്നു. ഭയം. എല്ലാവർക്കും ഭയം. ആ നിഗൂഢമായ അറിവിലേക്ക് സഞ്ചരിക്കുവാനുള്ള ഭയം. അങ്ങോട്ട് പോയാൽ പിശാചി പിടിക്കുമെന്ന പേടി. സാത്താൻ ആക്രമിക്കുമെന്ന പേടി. ഭൂതഗണങ്ങൾ ആക്രമിക്കുമെന്ന പേടി. നിഗൂഢമായ അറിവ് അത് ഓപ്പണാണ് ഇവിടെ. ആ നിഗൂഢമായ അറിവും മെറ്റാഫിസിക്സും ഡിവൈൻ ആയിട്ടുള്ള ഒരു ഗണിതവും അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്സും ചേർന്നതാണ് ഈ മേഖല. അവിടെയാണ് വേദാന്തവും ക്രിസ്ത്യൻ നിയോ പ്ലാറ്റോണിസവും ഇസ്ലാമിക തത്വചിന്തയും മിസ്റ്റിസവും എല്ലാം ഒത്തുചേരുന്ന ഒരു 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 ഏരിയയാണത്. ഇറ്റ്സ് എ സീക്രട്ട് പ്ലേസ്. എല്ലാ മനുഷ്യർക്കും അവിടെ കടന്നെല്ലാം ഭയം ഒഴിവാക്കിയാൽ മതി. അവിടെ ഭയമാണ്. അനന്തതയുടെ ഗണിതശാസ്ത്രം അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം. ലോകത്തെല്ലാം അളക്കാൻ വേണ്ടിയിട്ട് അളവാണ്. മക്കളുടെ സ്നേഹം പോലും അളക്കുന്നത് അളവിലൂടെയാണ്. നിങ്ങളത് മനസ്സിലാക്കണം കേട്ടോ. ഞാന് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി പറയുകയാണ്, എനിക്കിതൊന്നും അല്ല ആഗ്രഹം, എനിക്കിതെല്ലാം വിട്ടെറിഞ്ഞ് പോണം, പക്ഷെ എൻ്റെ ഭയം എൻ്റെ മാതാപിതാക്കളോടുള്ള കമ്മിറ്റ്മെന്റ് ആണ്. അപ്പോൾ ഒരു 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 മാതാപിതാക്കൾ പറയുകയാണ്, മോനെ, നീ ഞങ്ങൾക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് ബാക്കി മക്കളെല്ലാവരും ഗിഫ്റ്റ് തരും, നിനക്ക് ജോലിയില്ലല്ലോ, അതുകൊണ്ട് നിനക്ക് തരാൻ പറ്റൂല്ലോ. എൻ്റെ വായില് പച്ച തെറിയാണ് വന്നത്. അളവാണ് അവിടെ. അപ്പൊ എല്ലാരും പറയൂലേ, കോല് വെച്ച് അളക്കുവാണ് ദൂരം, സമയം, പണം, ആറ്റങ്ങൾ എല്ലാം. മക്കള് നോക്കണമെന്ന് വിചാരിച്ച് വളർത്തുവാണ്. മക്കളോ, മക്കൾക്ക്, അതായത് ഒരു ചെറിയ കുട്ടികൾക്കല്ല, ചില വലിയ കുട്ടികൾക്ക് പോലും അറിയില്ല എന്താണ് സംഭവിക്കുക. അവരുടെ വിചാരം വല്ല കാനഡയിലോ ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയാൽ സമാധാനം കിട്ടും, സന്തോഷം കിട്ടുന്ന ഒരു കുന്തവും കിട്ടൂല. അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് സ്ലേവറി, സ്ലേവറി, അടിമപ്പണി ചെയ്യാമെന്നല്ലാതെ വേറൊന്നും കിട്ടാൻ പോകുന്നില്ല. അവസാനം, ജീവിതത്തിന്റെ അവസാനം മനസ്സിലാവും ഒന്നും കിട്ടിയില്ല. കാരണം ആ സിസ്റ്റം അവരതാണ് പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്. ആ സിസ്റ്റം അവരെ അതാ, നീ ഇങ്ങനെ പോ, എല്ലാരും പോവാണ്, നീ പൊക്കോ.
അങ്ങനെ പോവാൻ കഴിയാത്തതും ആ പഠനം പഠിക്കാൻ തയ്യാറല്ലാത്തതുമായ കുട്ടികൾ മാനസിക സംഘർഷത്തിലാണ്. കാരണം അവർക്ക് അവരുടെ വഴി തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവരുടെ വഴി അതുകൊണ്ട് അവർ ആശങ്കയിലാണ് ബാക്കിയുള്ള ആളുകൾ. ഇതൊന്നും അല്ല വഴി. ഇവരെന്താ ഈ കാണിച്ചുകൊണ്ടിരിക്കണത്? ഈ നിങ്ങളുടെ ഈ എല്ലാ അളവുകോലുകളും വച്ചിട്ട് നിങ്ങൾ അനന്തതയും അളക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ ഇതേ നോക്കിക്കോ. നിങ്ങൾ എല്ലാ മനുഷ്യരും ചെയ്യുന്നത് എന്താണ്? ഇൻഫിനിറ്റ് ആയതിനെ ഇതേ അളവുകോൽ വച്ചിട്ട് നിങ്ങളുടെ ഈ കിട്ടണം, അല്ലെങ്കിൽ ഈ സ്നേഹം ഇങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്. സ്നേഹം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്? കെട്ടിപ്പിടിച്ചിട്ടാണ്, ഉമ്മ വച്ചിട്ടാണ്, ഗിഫ്റ്റ് എന്നിട്ടാണ്? നോ, 100% അങ്ങനെയല്ല. അതൊരു സന്തോഷം നൽകാനുള്ള ഒരു വഴി മാത്രമാണ്, സന്തോഷം. പക്ഷെ സ്നേഹം എന്ന് പറയുന്നത് നിങ്ങൾ ടച്ച് ചെയ്യുന്നതിലല്ല, തൊടുന്നതിലല്ല. രണ്ടും രണ്ടാണ്. ആദ്യത്തെ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞ എന്താണ്? ദേഷ്യവും പകയും രണ്ടും രണ്ടാണെന്ന്. പിന്നെ സ്നേഹവും വെറുപ്പും രണ്ടും രണ്ടാണെന്ന്. ഇവിടെ സ്നേഹവും സന്തോഷവും രണ്ടും രണ്ടാണ്. നിങ്ങൾ ശാരീരികപരമായ ഒരു സുഖം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷമാണ് കിട്ടുന്നത്. സ്നേഹം വേറെയാണ്. സ്നേഹം അതല്ല. നിങ്ങൾ ഈ ഇൻഫിനിറ്റ് ആയ അനന്തമായ ഒരു അനന്തത ഇന്ന് വരെ ശാസ്ത്രത്തിന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഭൂമി ഉരുണ്ടതാണെന്ന് നാസ പറഞ്ഞ ഒരു പിക്ചർ അല്ലാതെ നമ്മുടെ കയ്യിൽ വേറൊരു തെളിവുമില്ല. ഈ പറയുന്ന ലോകത്ത് ഈ എത്രത്തോളം അനന്തമാണെന്ന് ഒരു അതിൻ്റെ ഒരു 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 1% പോലും അളക്കാൻ കിട്ടിയിട്ടില്ല. അനന്തത ഒരളവല്ല, അത് യാഥാർത്ഥ്യത്തിന്റെ തന്നെ സ്വഭാവമാണ്. നിങ്ങൾ മക്കളോട് പറയണം, ഞാൻ ഭക്ഷണം തന്നേക്കാം, നീ ഒന്നും ചെയ്യണ്ട, നിനക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോ. എൻ്റെ അഭിപ്രായമാണിത്. ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം. എനിക്ക് പറ്റുന്നിടത്തോളം കാലം ഞാൻ ഭക്ഷണം തരും. പറ്റുന്നിടത്തോളം കാലം റോങ് കമ്മിറ്റ്മെന്റ് ചെയ്തെടുക്കരുത്. റോങ് കമ്മിറ്റ്മെന്റ് എടുക്കരുത്. അവരോട് പറയണം, ഈ ഭക്ഷണം തരുന്നത് ഞാനല്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഞാനാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാനില്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കും എന്ന എനിക്ക് 100% ഉറപ്പുള്ള ഒരാളാണ് ഞാൻ എന്ന് എന്നെ ഫോളോ ചെയ്യുന്നവർ പറയണം. നിങ്ങളല്ല നിങ്ങളുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സത്യത്തില്. നിങ്ങളല്ല നിങ്ങളുടെ മക്കളെ ശരിയാക്കി എടുക്കുന്ന സത്യത്തില്. അതൊരു പ്രത്യേക ശക്തിയാണത്. ഒരു എനർജിയാണത്. നിങ്ങൾ തട്ടിപ്പോയാൽ അത് നടക്കും. ഇവിടെ ബഹുത്വമുണ്ട്. ഐക്യം ആ ബഹുത്വത്തെയും പ്രകടിപ്പിക്കുന്നുണ്ട്. പൈശാചികതയും നന്മയും ഒരിടത്തു നിന്ന് തന്നെയാണ് വരുന്നത്. രൂപരാഹിത്യത്തിൽ നിന്നാണ് രൂപങ്ങൾ ഉണ്ടായത്. ഇവിടെയാണ് ശരിക്കും ഒരാത്മാവ് മറ്റൊരാത്മാവിനോട് യാതൊരു കണ്ടീഷനും ഇല്ലാതെ, ഒരു നിയന്ത്രണവും ഇല്ലാതെ പ്രകടിപ്പിക്കുന്ന അനിയന്ത്രിതമായ ഇൻഫിനിറ്റ് ആയിട്ടുള്ള സ്നേഹമാണ് സ്നേഹം. അത് പ്രകടിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്, ഉള്ളിൽ ഉണ്ടാകുകയാണ് ചെയ്യേണ്ടത്. ദൈവം എങ്ങനെ എല്ലാം ഉൾക്കൊള്ളാതെ എങ്ങനെ ഉൾക്കൊള്ളുന്നു?
ഉപനിഷത്തിനകത്തൊരു അത് സമ്പൂർണമാണ്, സമ്പൂർണമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സമ്പൂർണമാണ്. അതായത് മൊത്തത്തിൽ നിന്നും സമ്പൂർണത ഉണ്ടാകുന്നു. അനന്തത മൈനസ് അനന്തത അനന്തമായി തുടരുന്നു. അത് സമ്പൂർണമാണ്. സൃഷ്ടി ഒരിക്കലും ഉറവിടത്തെ കുറയ്ക്കുന്നില്ല. രൂപങ്ങൾ ഉയർന്നു വരുന്നത് ക്ഷയിക്കാതെയാണ്. ഇൻഫിനിറ്റ് ക്ഷയിക്കുന്നില്ല, അനന്തത ക്ഷയിക്കുന്നില്ല. 1000 തടാകങ്ങളിൽ പ്രതിഫലിക്കുന്നത് ഒറ്റ സൂര്യനാണ്. സൂര്യൻ വിഭജിക്കപ്പെടുന്നില്ല. എക്സാമ്പിൾ, അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് സൂര്യനെ തന്നിട്ടുള്ളത്. നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത്. കണ്ടു പഠിച്ചോ. സൃഷ്ടി ഉറവിടത്തെ കുറയ്ക്കുന്നില്ല. സ്നേഹം പ്രകടിപ്പിക്കുകയല്ല. സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയില്ല സത്യത്തില്. സ്നേഹം യാഥാർത്ഥ്യത്തോടു കൂടി പ്രകടിപ്പിക്കാൻ കഴിയില്ല. മറ്റത് മാസ്കിംഗ് ആണ്, മാസ്കിംഗ്. അത് സിസ്റ്റം ഉണ്ടാക്കി വെച്ചതാണ്. ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കണം, വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കൊടുക്കണം. ഒരു 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 സ്ലേവറി സിസ്റ്റം ഉണ്ടാക്കി വെച്ചതാണത്. അത് കൊടുക്കാൻ കഴിയാത്തവന് സ്നേഹമില്ല, കൂടുതൽ പിന്നെ കൊടുത്തവന് സ്നേഹം കൂടുതൽ. ഇറ്റ്സ് 100% ഫേക്ക്. എല്ലാത്തിനും ഉള്ളിലുണ്ട്. എല്ലാ അണുവിനുള്ളിലും ഉണ്ട്. ഇതാണ് രൂപങ്ങൾ. ഏകവും അനേകവും ഒന്ന് തന്നെയാണ്. ഏകവും അനേകവും ഒന്ന് തന്നെയാണ്. അപ്പോഴാണ് നമ്മളെല്ലാം ഒന്നാകുക. ഇല്ലെങ്കിൽ നമ്മൾ വ്യത്യസ്ത മതങ്ങളിലെ വ്യത്യസ്ത ധർമ്മങ്ങളിൽ നിൽക്കേണ്ടി വരും. ഏകവും അനേകവും ഒന്ന് തന്നെയാണ്. അത് സമ്പൂർണമായ ഐക്യമാണ്, എല്ലാത്തിൻ്റെയും ഐക്യം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ എവിടെ നിന്നാണ് ഈ സാധനമൊക്കെ വന്നത്. ബഹുത്വം എന്നത് ഐക്യത്തിന്റെ സ്വയം വെളിപ്പെടുത്തലാണ്. നമ്മൾ പക്ഷെ ആ ബഹുത്വത്തെ മാത്രം, അതെല്ലാം സെപ്പറേറ്റ് ആണ്. ബ്രഹ്മം എന്നത് ഒന്നാണ്, അല്ലെങ്കിൽ അള്ളാഹു കർത്താവ് എന്നൊക്കെ. അൾട്ടിമേറ്റ് ഗോഡ് ഈസ് വൺ. ഇനിയിപ്പോ നിങ്ങൾ മക്കള്, മോന്, പരിശുദ്ധാത്മാവ് അങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്താലും അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് വൺ. പ്രകടനങ്ങൾ എണ്ണമറ്റതാണ്. പ്രകടനങ്ങൾ എണ്ണമറ്റതാണ്. എല്ലാം ഉണ്ട്. വ്യത്യാസം എന്നത് ഒരിക്കലും ഉറവിടത്തെ തകർക്കുന്നില്ല. അതാണ് നമ്മൾ ആ പോയിന്റാണ് നമ്മൾ പിടിക്കേണ്ടത്. ഓരോ രൂപവും ഓരോ പേര് വെളിപ്പെടുത്തുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അനന്തവൃത്തം എന്ന് പറയുന്ന ഒരു സാധനമല്ലേ, നിരവധി ആരങ്ങൾ ചേർന്നതാണ് അനന്തവൃത്തം അല്ലേ? അനന്തവൃത്തം, നിരവധി ആരങ്ങൾ എല്ലാം ഒരേ കേന്ദ്രത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു. ജാമിതി പഠിച്ചിട്ടില്ലേ? അനന്തവൃത്തം, ആരങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട്, ആരങ്ങൾ ഇട്ടിട്ടില്ല, എല്ലാം ഒരു കേന്ദ്രങ്ങളിൽ നിന്നും. അല്ല, അതൊന്നും അല്ല. ആരും, ഞാൻ പറയണത് ഈ നിലവിലുള്ള സിസ്റ്റത്തിന്റെ ഐക്യമല്ല കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിലവിലുള്ള സിസ്റ്റം, ആ സിസ്റ്റം കംപ്ലീറ്റ്ലി ഈ സ്ലേവ് കാച്ചേഴ്സ് ഉണ്ടാക്കി വെച്ചതാണ്. സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കാൻ, നിങ്ങളുടെ കൈകൾക്ക് ചങ്ങലയിടാൻ, നിങ്ങളുടെ കാലുകൾക്ക് ചങ്ങലയിടാൻ, നിങ്ങളുടെ മനസ്സിന് ചങ്ങലയിടാൻ, എല്ലാത്തിനും ചങ്ങലയിടാനാണ്.
അവിടെയാണ് നിയോ പ്ലാറ്റോണിക് എമിനേഷൻ പോലെയുള്ള ക്രിസ്ത്യൻ മിസ്റ്റിക്കുകൾ ഉപയോഗിച്ചൊരു ഭാഷയുണ്ട്. ഏകൻ അസ്തിത്വത്തിലേക്ക് ഒഴുകുന്നു എന്ന്, സമൃദ്ധി കൊണ്ട്. അവിടെ ദൈവം പൂർണ്ണതയാണ് എന്നാണ് പറഞ്ഞത്. പൂർണ്ണത. സൃഷ്ടി പ്രകടമാണ്. ദൈവം പൂർണ്ണമാണ്, സൃഷ്ടി പ്രകടനമാണ്. പ്രകടനം. തിരിച്ചുവരവ് പുനഃസമാഹാരമാണ്. തിരിച്ചുവരവ്, റിട്ടേൺ. ആ പ്രപഞ്ചത്തിന്റെ മധ്യസ്ഥനായിട്ട് ഒരു മധ്യസ്ഥൻ. ഒരു മധ്യസ്ഥൻ വേണമല്ലോ എല്ലാ കാര്യത്തിനും. നിങ്ങൾ ഒരു അഭിപ്രായ വ്യത്യാസത്തിലാണ് ഒരു സംഭവവുമായിട്ട്. അപ്പൊ അതിൻ്റെ ഒരു മധ്യസ്ഥനാണ് ഞാൻ. ഞാൻ ഇവിടെ ചെയ്യുന്ന ഒരു മധ്യസ്ഥ പണി മാത്രമാണ്. നിങ്ങൾക്കും വിവരം അറിയാം, ഇപ്പോഴും ഞാൻ മധ്യസ്ഥ പണി. ഒരു മധ്യസ്ഥ പറയുകയാണ് നിങ്ങളോട്. നിങ്ങൾക്ക് കുറെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ജീവിതത്തിൽ, കുറെ വിഷമങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. നോർമലി നമ്മളൊരു വിഷയം വരുമ്പോൾ അങ്ങനെയല്ല, ഒരു മധ്യസ്ഥനെ വിളിക്കും. അങ്ങനെ ഒരു മധ്യസ്ഥനെ വിളിച്ചിട്ട് വന്നാണ് ഞാൻ. എനിക്കൊരു പ്രത്യേകതയില്ല. ചുമ്മാ ഇരുന്നപ്പോ ഒരു മധ്യസ്ഥൻ പറയാൻ വിളിച്ചു. ആ മധ്യസ്ഥൻ പറഞ്ഞു തീർക്കുന്നു, അത്രേ ഉള്ളൂ. മധ്യസ്ഥ പ്രാർത്ഥനയല്ല കേട്ടോ. മധ്യസ്ഥം പറയാൻ, മധ്യസ്ഥൻ എങ്ങനെയാ പ്രാർത്ഥനക്കാരനാവണത്? ഉം? മധ്യസ്ഥൻ പറഞ്ഞു തീർക്കുന്ന ആളാണ്. അതെങ്ങനെ അത് പ്രാർത്ഥനക്കാരനാക്കിയത്? നിങ്ങളുടെ സിസ്റ്റാണ്. മധ്യസ്ഥൻ പറഞ്ഞു തീർക്കുന്ന ആളാണ്, ഒരിക്കലും പ്രാർത്ഥനക്കാരനല്ല. ആ ഇടയിലുള്ള ഗ്യാപ്പിനെ, വിഷയങ്ങളെ പറഞ്ഞു തീർക്കുന്ന ആളാണ്. അതിനെ നിങ്ങൾ ഉള്ളിലേട്ട്, നിങ്ങളുടെ ഉള്ളിലേട്ട് കൊണ്ടുവരിക. ഭാവനയ്ക്ക് അരികില്ല, അതിരില്ല. അവബോധത്തിന് അതിരുകളേയില്ല. അതിരുകളില്ല. അനുകമ്പയ്ക്ക് അനന്തമായി വികസിക്കാൻ കഴിയും. ദാറ്റ് ഈസ് ദാറ്റ് കോൺഷ്യസ്നസ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ കോൺഷ്യസ്നസ്. അനുകമ്പയ്ക്ക് അനന്തമായി വികസിക്കാൻ കഴിയും. ഉൾക്കാഴ്ച എന്നത് പറയുന്നത് എവിടെ നിന്നും വരും. ഒരു ഈച്ചയിൽ നിന്ന് വരെ ഉൾക്കാഴ്ച വരും. എവിടെ നിന്നും. അത് തേനീച്ചയെ ഓമിച്ച് എന്തുകൊണ്ടാണ്? തേനീച്ചയിൽ നിന്ന് വരെ ഉൾക്കാഴ്ച വരും. വളരെ ചെറിയൊരു ജീവിയായ ഒരു എന്തിൽ നിന്നും വരും. ഒരു നായയിൽ നിന്ന് വരെ ഉൾക്കാഴ്ച വരും. എന്ത് കണ്ടാലും വരും. ഒരു ബിൽഡിംഗ് കണ്ടാൽ പോലും ആ ബിൽഡിങ്ങിൽ നിന്ന് പോലും ഉൾക്കാഴ്ച, ഒരു പാറയിൽ നിന്ന് പോലും ഉൾക്കാഴ്ച വരും. നിങ്ങൾ കാണുന്നത് എന്തിൽ നിന്നും നിങ്ങൾക്ക് ഉൾക്കാഴ്ച വരും. അഹം അതിരുകൾ സൃഷ്ടിക്കുന്ന ഒരു തടവറയാണ്. അവബോധം അതിരുകളില്ലാത്ത അനന്തതയാണ്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോ. ജസ്റ്റ് ചെക്ക്, വേരിഫൈ. നിങ്ങൾ വേരിഫൈ ചെയ്ത് നോക്കിയിട്ട് കൺഫേം ചെയ്യുക. അഹം അതിരുകൾ സൃഷ്ടിക്കുന്ന ഒരു ശീലമാണ് എന്നുണ്ടെങ്കിൽ, അനന്തത എന്നത് ആ ശീലത്തിന്റെ റെസ്റ്റാണ്, വിശ്രമമാണ്. വിശ്രമിക്കുകയാണ് അത് അവിടെ. അഹം വിശ്രമിക്കും, റെസ്റ്റ് എടുക്കും. അതോടുകൂടി നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തുടങ്ങും. അവിടെയാണ് നിങ്ങളുടെ ശരീരം ഇന്ദ്രിയമാകുകയും ആ ശരീരത്തിന് പുറത്തുള്ള ഇടം നിങ്ങളുടെ ശരീരമാവുകയും ആ അവബോധം സ്പേസിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നത് അവിടെയാണ്. അങ്ങനെയാണ്, ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് അത്. അതല്ലാതെ ആ ആ ഇൻഫിനിറ്റ് ആകുന്നത് ഇങ്ങനെയാണ്. നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെ, ആദ്യം ശരീരത്തെ പഞ്ചേന്ദ്രിയങ്ങളായി മനസ്സിലാക്കുക.
ഈ പഞ്ചേന്ദ്രിയങ്ങൾ ശരീരത്തിന് ചുറ്റുമുള്ള ഇടം ആ പഞ്ചേന്ദ്രിയമാകുക, ആ ഇന്ദ്രിയമായി മാറുക. ആ അവബോധം അതിനു പുറത്ത് സ്പേസിലേക്ക് വ്യാപിക്കുന്ന കോൺഷ്യസ്നസ് ഉണ്ടാകുക. ഈ കോൺഷ്യസ്നസ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഭയമില്ലാതാകണം. ഭയമുണ്ടെങ്കിൽ ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. ഭയം എന്ന് പറയുന്നത് മരവിച്ച കോൺഷ്യസ്നസ് ആണ്. ഫ്രീസൺ, ഫ്രോസൺ കോൺഷ്യസ്നസ്. അത് അത് ഭയമില്ലാതായാൽ മാത്രമേ അത് പുറത്തേട്ട് വരുള്ളൂ. മരണഭയം, അസുഖങ്ങളെ ഭയം, മക്കളുടെ നിലനിൽപ്പിനെ ഭയം, സാമ്പത്തിക ഭയം. അതെന്ന് നിങ്ങൾ നിർത്തുന്നുവോ അന്നേ നിങ്ങൾക്ക് ആ കൃത്യമായ ഒരു അവബോധത്തിലോട്ട് പോകാൻ പറ്റുള്ളൂ. ആ ഭയം, അവിടെ നിങ്ങൾക്ക് സങ്കല്പം സങ്കല്പമാണ് ഇപ്പൊ നിങ്ങൾക്ക് ദൈവം. നിങ്ങളുടെ രക്ഷിതാവ്, രക്ഷിതാവ് അല്ലെങ്കിൽ ദൈവം, സൃഷ്ടാവ് എന്നൊക്കെ നിങ്ങൾ വിളിക്കുന്നത് സങ്കല്പമാണ്. ആ സങ്കല്പത്തിന് പകരം ഈ അനന്തത നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത് ഫീൽ ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് പിന്നെ ഒരു ട്രീറ്റ്മെന്റിന്റെ ആവശ്യമില്ല. നിങ്ങൾ ട്രീറ്റ് ചെയ്യാൻ നടക്കുകയാണ് അതിനെ, ഫിയറിനെ. സങ്കല്പിക്കുന്നതിന് പകരം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു റിലീസ് ഓൾ ലോജിക്. നിങ്ങൾ ആ ലോജിക്കുകൾ വിടണം. വ്യക്തിത്വം എന്നത് യാഥാർത്ഥ്യമാണോ അതോ ചുമ്മാ പ്രവർത്തനപരമാണോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം. ഐഡന്റിറ്റി, ഐഡന്റിറ്റി റിയൽ അല്ല. നിങ്ങളുടെ പേര് പോലും റിയൽ അല്ല. ആരോ ഇട്ട് തന്നാണ് ഇവിടെ വെച്ച് ഈ ഭൂമിയിൽ വന്നപ്പോ. ആരോ ഒരു പേര് പഠിച്ചിട്ടാണ് ഇപ്പൊ എല്ലാം. പേരൊന്നും ഒന്നുമല്ല. ഇന്ന് സഭ പറഞ്ഞില്ലേ, പേരിലൊന്നും വലിയ കാര്യമില്ല, എന്നാലും ഒരു പരിചയം കിട്ടാൻ വേണ്ടിയിട്ട് പേര് പറയുന്നു, അത്രേ ഉള്ളൂ. എല്ലാത്തിലും ഈ പലരിൽ ഒരുവൻ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ അറിയണം. ഒരു വൈബ്രേഷനോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് കാണുന്നതോ അല്ല ഇത്. അതൊന്നും അല്ല. അത് നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഓട്ടോമാറ്റിക്കായി ഉണ്ടായി വരുന്ന ഒരു കോൺഷ്യസ്നെസ് ആണ്. നിങ്ങൾ ഒരിക്കലും കണ്ണടച്ചിരിക്കുമ്പോൾ കിട്ടുന്ന അതൊക്കെ നമ്മളെ ഇതിലേക്ക് നയിക്കാൻ കഴിയുന്ന, ഫീൽ ചെയ്യാൻ കഴിയുന്ന ചില എക്സ്പീരിയൻസുകൾ മാത്രമാണ്. 24 അവേഴ്സുള്ള ഒരു അവബോധമാണ് ഈ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഞാൻ ഫ്രീ ആണ്, ഞാൻ ദാ വിട്ടു തന്നിരിക്കുന്നു, എടുത്തു ചാടുന്ന ഒരു അവബോധം, എന്നെ താങ്ങാൻ ഒരു കൈകളുണ്ട് എന്ന അവബോധം, ഞാനൊന്നും ഭയക്കേണ്ടതില്ല എന്ന അവബോധം, ഞാനൊരു സുരക്ഷിതമായ കൈകളിലാണ്. എൻ്റെ അമ്മയേക്കാൾ, എൻ്റെ അച്ഛനേക്കാൾ, ഈ ലോകത്തേക്കാൾ, ഈ ഭൂമിയേക്കാൾ വലിയ ഒരു ഒരു കൈകളിലാണ് ഞാൻ എന്ന എടുത്തുചാട്ടമാണത്. രണ്ട് കണ്ണും പൂട്ടിയുള്ള എടുത്തുചാട്ടം. രണ്ട് കണ്ണും പൂട്ടിയുള്ള എടുത്തുചാട്ടമാണ് പലരിലുള്ള ഒരുവനിലേട്ടുള്ള എടുത്തുചാട്ടം. അതൊരു തിരിച്ചുവരവാണ്. അതൊരു തിരിച്ചുവരവാണ്. നിങ്ങൾ പഠിച്ചിരിക്കുന്നത് പ്രപഞ്ചം കണികകളാൽ നിർമ്മിച്ചതാണെന്നാണ്. കണികകളാൽ. പ്രപഞ്ചം കണികകളാൽ നിർമ്മിച്ചതാണെന്നാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. അല്ല, അത് അനന്തതയാൽ നിർമ്മിച്ചതാണ്. പരിധികളായി പ്രത്യക്ഷപ്പെടുന്നതാണ്. അനന്തതയാൽ നിർമ്മിച്ചതാണ്. അല്ലാതെ നിങ്ങൾ കണ്ണടച്ചിരിക്കണതോ എൻ്റെ ക്ലാസ് കേൾക്കണതോ ഒന്നുമല്ല സത്യം. നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ഇപ്പൊ എല്ലാവരും പറയാറില്ലേ, ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു ഫീലിംഗ്. ഇപ്പോൾ എനിക്ക് സന്തോഷം മാത്രമാണ്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നാലും ഞാൻ അതിനെ തരണം ചെയ്യുന്നുണ്ട് വളരെ ഈസിയായി. ഓട്ടോമാറ്റിക്കായി ഒരു ഒരു കോൺഷ്യസ്നസ്, എന്നെ താങ്ങാൻ ഒരു ശക്തിയുണ്ട്. ഞാനൊന്നും ഞാൻ അങ്ങനെ
ഓവറായിട്ട് ഞാനൊന്നും റിസൾട്ട് പ്രതീക്ഷിക്കേണ്ടതില്ല. ഞാൻ പ്രവർത്തിക്കുന്നത് പ്രവർത്തിച്ചാൽ മാത്രം മതി. ഒരു റിസൾട്ടും, ഒരു കാര്യത്തിലും ഒരു റിസൾട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന ഒരു ബോധം, ദൈവത്തെ അറിയുന്നതിൽ പോലും, അതിൽ പോലും, അത് അറിയിച്ച് തന്നു, ഇല്ലെങ്കിൽ ഇല്ല. ഇല്ലെങ്കിൽ ഇല്ല. ഞാൻ അനുഭവിക്കുന്നുണ്ട് അത്. അതാണ് നമ്മുടെ ബോധം. അതാണ് നമ്മുടെ ഓരോ മനുഷ്യന്റെ ഉള്ളിൽ വരുന്ന ബോധം. അത് കാണണമെന്ന് നിർബന്ധമില്ല. വൈബ്രേഷനോ ലൈറ്റോ ഒന്നും ഫീൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതിനെല്ലാം അപ്പുറത്ത് ഉള്ളിലെ അനന്തതയെ സ്പർശിക്കുന്ന ഒന്ന്, പരിധികളില്ലാത്ത ഒന്ന്. പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത് കണികകളാലല്ല, അനന്തതയാലാണ്. ആർക്ക് കണ്ടെത്താൻ പറ്റും എവിടെ അനന്തത, എവിടെയാ നിൽക്കണേന്നുള്ളത്? അത് പരിധികളായി പ്രത്യക്ഷപ്പെടുന്നതാണ്. ഉള്ളിലെ ആ അനന്തതയെ നിങ്ങൾ സ്പർശിക്കുമ്പോൾ സൃഷ്ടിയുടെ ഘടനയെ തന്നെ നിങ്ങൾ സ്പർശിക്കുകയാണ്. ഉള്ള അനന്തതയെ, ഇൻഫിനിറ്റിയെ നിങ്ങൾ ടച്ച് ചെയ്യുമ്പോൾ ഈ സകല സൃഷ്ടിയുടെയും ഘടനയെ തന്നെ നിങ്ങൾ സ്പർശിക്കുകയാണ്. അവിടെയാണ് ആ ടച്ചിങ് ആണ് നിങ്ങൾക്ക്. ആ ടച്ചിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒബ്ജക്റ്റീവായിട്ട് എടുക്കരുത് അതിനെ. അതൊരു കോൺഷ്യസ്നെസ്. അത് ഞാൻ പറഞ്ഞിരുന്നു. അത് ആദിയിൽ വചനമുണ്ടായി, അല്ലെങ്കിൽ ഓം എന്ന മന്ത്രം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വജ്ഹ് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ എല്ലാവരും മുഖം മാത്രമോ, അല്ലെങ്കിൽ ഓം മന്ത്രം മാത്രം, ഓം എന്ന മന്ത്രം, അതെല്ലാം ഒബ്ജക്റ്റീവായിട്ട് നിങ്ങൾ എടുക്കും. അല്ലെങ്കിൽ വചനത്തിന് ഒബ്ജക്റ്റീവായിട്ട് നിങ്ങൾ എടുക്കും, ഒരു എഴുത്തായിട്ട് എടുക്കും. അങ്ങനെയല്ല. അതാണ് കോൺഷ്യസ്നസ്. അത് ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നിങ്ങൾ കുറെ എനർജി ഫീൽഡൊക്കെ നിങ്ങൾ പഠിച്ചിട്ടിരിക്കുന്ന ആൾക്കാരാണ്. മുമ്പ് ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് പറഞ്ഞാലും ഇത് മനസ്സിലാവില്ല. അത് ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ ആ സത്യമുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് പുറത്തെവിടെയല്ല, നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ സത്യമുണ്ട്. യു ക്യാൻ ഫീൽ. യാതൊരു ചിന്തകളുമില്ലാത്ത ഒരു ടൈം, ഒരു സെക്കൻഡ്, 1 സെക്കൻഡ്, 2 സെക്കൻഡ്. ഞാൻ വർഷങ്ങൾ എടുത്തു, പക്ഷെ വർഷങ്ങൾ വേണ്ട എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇതിന്റെ അന്വേഷണത്തിൽ 10-25 വർഷം എടുത്തു. പക്ഷേ അത് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി അതിന്റെ ആവശ്യമില്ല. വിത്തിൻ മന്ത്സ്, മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് അത് എത്താൻ പറ്റും. ഇപ്പൊ നിങ്ങൾ തന്നെ അതിനുള്ള തെളിവല്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ എന്തോരം സമാധാനമുണ്ട്, എന്തെല്ലാം മനസ്സമാധാനമുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ ടെൻഷൻ അലട്ടുന്നില്ല. ഉണ്ടാവാൻ ടെൻഷനൊക്കെ അതിലേക്ക് വരുന്ന നിങ്ങൾ തന്നെ പ്രൂഫല്ലേ അതിന്റെ. നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഏത് സമയവും നിങ്ങൾ ആ ഒരു സമാധാനത്തിലും സന്തോഷത്തിലുമാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ചുറ്റും തന്നെയുണ്ട്, അതൊന്നും എവിടെയും പോയിട്ടില്ല. പോവണ്ടെന്നത്, അത് പോവണ്ടെന്നേ. എങ്ങോട്ട് പോവാൻ? അവിടെ നിന്നോട്ടേ. അതും ഇത് തന്നെയല്ലേ സൃഷ്ടിച്ചത്. പക്ഷേ നിങ്ങളുടെ ഫീലിംഗ് മാറി. ഫീലിംഗ് മാറി. നിങ്ങളുടെ മനസ്സ് ഫ്രീ ആയി. അതാ നമുക്ക് വേണ്ടത്. അവിടെ നിന്നാണ് ഈ കോൺഷ്യസ്നസ് നടുന്നത്. അവിടെ നിങ്ങളൊരു വിത്ത് നട്ടു. ഞാൻ 25 വർഷം അന്വേഷിച്ച് നടന്നിട്ട് കിട്ടാതിരുന്നത് ഒരു ഒരു പെട്ടെന്ന് കിട്ടിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് പെട്ടെന്ന് കിട്ടും. ഒരാളുടെ തയ്യാറെടുപ്പും, ഒരാളുടെ ഓപ്പൺനെസ്സും, ഒരാളുടെ ലോജിക്ക് വിടലും. ലോജിക്ക് വിട്ടാലാണല്ലോ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ. ലോജിക്ക് എന്ന് പറയുന്നത് ഞാൻ ഇന്ന് വിശദീകരിച്ച ഈ ഐഡന്റിറ്റികളാണ്, നമ്മളെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നതാണ്. നമ്മളെ ചെറുതായിരുന്നപ്പോൾ മുതൽ, സ്കൂളിൽ വിട്ട് മുതൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ, നിങ്ങൾ ചെയ്യുന്ന ഏത് തൊഴിലും നിങ്ങൾ എടുത്തു നോക്കിക്കോ. ആ സ്കൂളിൽ പഠിപ്പിച്ചതെല്ലാം നിങ്ങൾ പ്രയോഗിക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രയോഗിക്കാത്ത കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ട് പഠിക്കാത്ത ഇംഗ്ലീഷ് നിങ്ങൾ സിനിമ കണ്ട് പഠിച്ചിട്ടുണ്ടാവുമെന്ന്. നിങ്ങൾ സ്കൂളിൽ പഠിക്കാത്ത ഇംഗ്ലീഷ് നിങ്ങൾ സിനിമ കണ്ട് നിങ്ങൾ സ്കൂളിൽ പഠിക്കാത്ത തമിഴ് നിങ്ങൾ സിനിമ കണ്ട് പഠിച്ചിട്ടുണ്ടാവും.
കാരണം നിങ്ങൾ അത് എക്സ്പീരിയൻസിലൂടെ പഠിച്ചാണ്. സിനിമ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസിലൂടെ നിങ്ങൾ പഠിച്ചതാണ്. അത് നിങ്ങൾക്ക് യൂസ് ആകുന്നുണ്ടാവും, മറ്റത് യൂസ് ആകുന്നുണ്ടാവില്ല. ഞാൻ അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. എക്സ്പീരിയൻസ് ഇറ്റ്. ഇത് എക്സ്പീരിയൻസ് ചെയ്യൂ നിങ്ങൾ. അതിനുശേഷം എന്നെ വിമർശിച്ചോളൂ. ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യൂ. ആ ആ ഒരു ചേഞ്ച്, ആ ചേഞ്ച് എന്ന് പറയുന്നത് പേപ്പറിൽ എഴുതി തരാവുന്നതോ അല്ലെങ്കിൽ ഒരു ഉപന്യാസം പറയാവുന്നതോ ആയ ചേഞ്ച് അല്ലാതെ, മനസ്സ് ശാന്തമായി നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമാണത്. മാറ്റം എന്ന് പറയുന്നത് ഉള്ളിലുണ്ടാകുന്നതാണ്. നമ്മൾ ഓരോ മനുഷ്യന്റെയും ഉള്ളിലുണ്ടാകുന്ന മാറ്റമാണത്. അത് തന്നെ. എറു ഇറു ഋഷി എന്നൊരു ഇതിനു വേണ്ടി മാത്രമല്ലാതെ വേറൊന്നിനും യൂസ് ചെയ്തിട്ടില്ല. അതാണെങ്കിൽ എപ്പോഴും പറയാറുമില്ല. അതിന് പിന്നെ അങ്ങനെയെങ്കിലും ഒരു ഉപയോഗം ഉണ്ടെന്ന് വെക്കാം. ഒരു ഉപയോഗം ജീവിതത്തിൽ ഉണ്ടാവാത്ത എന്തരം കാര്യമുണ്ട്? ഒരു ഉപയോഗം മനസ്സിലായില്ല അന്ന്. ഈ വലിയ ഭാണ്ഡക്കെട്ടും ചുമന്ന് നടന്ന് സ്കൂളിൽ പോയി പഠിച്ചു പോയി, ഇത് എന്തിനാണ് മനസ്സിലായില്ല. അതെല്ലാം ഇന്നും നമ്മുടെ ഉള്ളിലുണ്ട്. അത് റീസെറ്റ് ചെയ്യണ്ടേ നമ്മള്? ലക്ഷ്യമില്ലാതെ ജീവിക്കാൻ പറ്റുമോ എന്ന് ഇന്ന് നിങ്ങളോട് സഫ ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞു പറ്റുമെന്ന് പറഞ്ഞു. പറ്റില്ല. ഒരു ലക്ഷ്യം നമുക്കുണ്ടാവണം. നമ്മൾ ആരാണ് എന്ന് കണ്ടുപിടിക്കേണ്ട ഒരൊറ്റ ലക്ഷ്യം. ഒരൊറ്റ ലക്ഷ്യം. അതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ടി വരില്ല, വേറെ ഒരു ലക്ഷ്യവും വേണ്ടി വരില്ല. ഹുവാമായി. അത് ഇപ്പൊ ആരും പറഞ്ഞു തരണ്ട. ഹുവാമൈ എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മള് ദൈവീകതയെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും അത്. നിങ്ങൾ ഓരോരുത്തരും ആൾ ദൈവങ്ങളാണെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പലവട്ടം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഓരോരുത്തരും ആൾ ദൈവങ്ങളാണ്. അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ആൾ ദൈവത്തിന്റെ കീഴിൽ പോയിരിക്കേണ്ട ആളുകളല്ല. നിങ്ങൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കോട്ടെ, എന്തെല്ലാം കഷ്ടപ്പാട്, ആൾ ദൈവങ്ങൾക്ക് രോഗം വരുന്നില്ലേ? രോഗം വരും. അവർ ചികിത്സിക്കുന്നില്ലേ? ചികിത്സിക്കും. വയസ്സാവുമ്പോ അവരുടെ ശരീരം കേടാവൂലേ? കേടാകും. ഇതൊക്കെ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ മറ്റത് നിങ്ങൾക്കും സംഭവിക്കും. നിങ്ങൾക്ക് സമാധാനത്തെ പ്രസരിപ്പിക്കാൻ കഴിയും. ലോകം അഡ്വാൻസ്ഡ് ആകുന്നത് അങ്ങനെയാണ്. ലോകത്ത് പല ക്രീച്ചേഴ്സും നിലനിന്നിരുന്നു. മനുഷ്യനൊപ്പം തന്നെ സഞ്ചരിച്ച ക്രീച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും ഏനോക്കിന്റെ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ബുക്ക് ഓഫ് ഏനോക്ക്. ഇദ്രീസിന്റെ അത്, അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല ഒരിടത്തും. അതിലൊരു, അതായത് ദേവന്മാരും ദേവി ദേവന്മാരും മനുഷ്യന്മാരും തമ്മിൽ ഉള്ള ബന്ധത്തിലൂടെ ഉണ്ടായ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് അവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം. അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളപ്പൊക്കം ഉണ്ടായത് എന്നൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റ് ആണത്. അതായത് അല്ലെങ്കിൽ ഫോളൻ ഏഞ്ചൽസ് മനുഷ്യരിൽ അനുരക്തരായി. മുമ്പത് ഒരു ഒരു ഇതില് പാർട്ടായിരുന്നു, ആ പാർട്ടിനെ എടുത്ത് മാറ്റിയതാണത്. ഓക്കെ. അതൊക്കെ പ്രപഞ്ച രഹസ്യത്തിലേക്ക് ഒന്നിനെയും കഥകളായി കാണരുത്. എല്ലാം സിംബോളിക് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സെയിം അർത്ഥത്തിൽ എടുക്കുകയും ചെയ്യരുത്. ആപ്പിളിന്റെ കഥ എടുത്ത പോലെ. ഗന്ധർവൻ, അത് തന്നെ, ഗന്ധർവനെ അവര് ആ വേറൊരു രീതിയിൽ അവരവിടെ ആപ്പിളിന്റെ അർത്ഥത്തിൽ നിങ്ങൾ എടുക്കുകയും ചെയ്യരുത്.
അവര് ഭൂമിയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിച്ച ആളുകളാണ്. ഈ രണ്ടും ക്രോസ് ആയിട്ട് വന്ന ആളുകളൊക്കെ ഭൂമിയിൽ. നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിൽ ദൈവീകതയുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ദൈവീകത പൊട്ടി മുളച്ചു തുടങ്ങി എന്നാണ് അർത്ഥം. നിങ്ങളുടെ ഉള്ളിൽ ഒരു സമാധാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ വിത്ത് പൊട്ടി തുടങ്ങി എന്നാണ് അർത്ഥം. അത് മോസ്റ്റ് പവർഫുൾ ആണ്. നിങ്ങൾക്ക് എന്തും ചെയ്യാൻ തരുന്ന ഒരു കരുത്താണത്. ഒന്നിനെയും ഭയമില്ലാത്ത. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ആളുകള് എല്ലാം ഉപേക്ഷിച്ച് തെരുവിലൂടെ അവർക്കൊന്നിനും ഭയമില്ല അവർക്ക്. പിച്ചക്കാരുടെ കാര്യമല്ല പറഞ്ഞത്. എല്ലാം സമർപ്പിച്ച് എല്ലാം സറണ്ടർ ചെയ്ത് എല്ലാം വിട്ടിറങ്ങിയ ആളുകൾക്ക് എന്ത് ഭയപ്പെടാൻ? ഈ സാധു സന്യാസിമാരെ അവര് ചില ആൾക്കാര് മറ്റേ സാധനം അടിക്കും. ഏതാ? ശിവമൂലി. അപ്പൊ പിടിച്ചോണ്ടൊക്കെ പോകും. പിടിച്ചോണ്ട് പോയാലും അവരൊന്നും ഒന്നും ചെയ്യാൻ പറ്റൂല. എന്ത് ചെയ്യാനാണ് അവരെ? അവര് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്തു എന്ന് പറയും. അവര് നുണ പറയില്ല. ഞാൻ ചെയ്തു. ജയിലിലേക്ക് ഇട്ടേരെ. അവർക്ക് ജയിലും ഒരുപോലെ, പുറമെ ഒരുപോലെ. ഇന്ന് ഹൂവാമൈ എന്നുള്ള ഉത്തരം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് കുറച്ച് നാൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അത്. നിങ്ങൾ ആരാണ് എന്നതിന്റെ ഉത്തരം അത് കിട്ടിയാൽ നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടും. ഫൈനാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല അവരുടെ കയ്യിൽ. എല്ലാം എന്താ ഉണ്ടെങ്കിലേ ഫൈൻ അടപ്പിക്കാൻ പറ്റുള്ളൂ. ഫൈനും ഇല്ല. എല്ലാം സമർപ്പിച്ച് നടക്കുന്ന ആളുകളുണ്ട്. എല്ലാം സമർപ്പിച്ച് എല്ലാം വിട്ട് അവർക്ക് ഒരു ലോകത്തൊന്നിനെയും ഭയം ഉണ്ടാവില്ല. ആ ഒരു മൂഡ് ആ ഒരു മൂഡ് നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങളൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കി. വീട്ടിലിരുന്നുകൊണ്ട് ഒന്നും ഭയമില്ലാത്തൊരവസ്ഥ വീട്ടിലിരുന്നുകൊണ്ട് ചെയ്താൽ മതി. ഒന്നിനും ഭയക്കുന്നില്ല. കാരണം എപ്പോഴും എൻ്റെ രക്ഷിതാവിൻ്റെ തൊട്ടടുത്ത് തൊട്ട് ചേർന്ന് അതാണ് ഹീറോയിസം. യെസ്, അതാണ് ഹീറോയിസം. എല്ലാത്തിലും നമ്മൾ നിൽക്കുകയാണ്. എല്ലാം ഉണ്ട് നമ്മുടെ ചുറ്റും. മക്കൾ എന്നാൽ എല്ലാം പോയാലും ഒരു കുഴപ്പമില്ല എന്ന ആ ഒരു മൈൻഡ് സെറ്റ്. നിങ്ങൾ ആ മൈൻഡ് സെറ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്ക്. ഭയങ്കര രസമായിരിക്കും. നിങ്ങൾക്ക് ഒരു ദിവസവും ഓടിപ്പാഞ്ഞ് ഓടിപ്പണഞ്ഞ് എല്ലാ ദിവസവും രാവിലെ പോയി വൈകുന്നേരം വന്ന് രാവിലെ പോയി വൈകുന്നേരം വന്ന് ആ കഷ്ടപ്പെട്ട് അതുമാത്രം ചിന്തിച്ച് ജീവിക്കേണ്ടി വരൂല. ടെൻഷൻ അടിച്ച് ജീവിക്കേണ്ടി വരൂല. ഒരു ലോക്ക്ഡ് അവസ്ഥയിലായിരിക്കില്ല. നിങ്ങൾ ഇത് കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ആ ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ജസ്റ്റ് വാച്ച് ഇറ്റ്, ഒബ്സർവ് ഇറ്റ്. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഉള്ളിൽ ഒരു സാധനം തെളിഞ്ഞു വരും. നിങ്ങളുടെ ശരീരം അവിടെ നഷ്ടപ്പെടും. ശരീരം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചോദ്യം അവസാനിക്കും. ശരീരം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചോദ്യം അവസാനിക്കും. ശരീരമാണ് എല്ലാ ചോദ്യത്തിന്റെയും ഉറവിടം.
ശരീരം നഷ്ടപ്പെടാൻ പറഞ്ഞപ്പോ പണ്ട് ചില കൾട്ടുകൾ ചെയ്ത ഇതുണ്ട്. അതായത് എല്ലാരെയും പിടിച്ച് ഒരു സ്ഥലത്ത് അടച്ചുപൂട്ടി എന്നിട്ട് എല്ലാരും കൂടി ഒരുമിച്ച് ആത്മഹത്യ ചെയ്തു. ഈ ശരീരം നഷ്ടപ്പെടുത്താനുള്ള പണിയാന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ചെയ്ത സംഭവങ്ങളുണ്ട്. അമേരിക്കയില്, ബ്രിട്ടനിലൊക്കെ ചെയ്തിട്ടുണ്ട്. സാഹിബ്മാർക്ക് പൊതുവെ വിവരം അല്ല, അങ്ങനെ പറയാൻ പാടില്ല. എന്നാലും അവരുടെ വിചാരം അവരാണ് ഏറ്റവും വലിയ സംഭവം. ഇന്റർനെറ്റും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവരാണ് ഏറ്റവും വലിയ സംഭവം കണ്ടുപിടിച്ചത്. അങ്ങനെയൊന്നുമല്ല. ഈ ഇന്ത്യയിലെ പാവപ്പെട്ട ഏതെങ്കിലും തെരുവിൽ കിടന്ന ഒരു സന്യാസി ആയിരിക്കും അതിലും വലുതെന്ന് നമ്മൾ ചിന്തിക്കുക. ഉം. ഞാൻ പറഞ്ഞില്ലേ എങ്ങനെ ഈ സിസ്റ്റം ഉണ്ടായി എന്നതിന് പിന്നില് ഏനോക്കിന്റെ പുസ്തകമൊക്കെ പറഞ്ഞില്ലേ, അത് അങ്ങനെ ഒരു സിസ്റ്റം. അവരാണ് ഇന്നും അതിന്റെ പിന്മുറക്കാരിൽ അതിന്റെ ഒരു അംശം DNA കളക്ട് ചെയ്ത് വന്നതില് കപ്പലിൽ കൊണ്ടുവന്ന DNA ഇല്ലേ, അല്ലാതെ എല്ലാ ജീവിനെയും പിടിച്ച് കയറ്റുമല്ല ചെയ്തേ. ഓക്കെ, ഇറ്റ്സ് ആൻ അഡ്വാൻസ് ടെക്നോളജി. എല്ലാ ജീവിനെയും പിടിച്ച് കയറ്റിയ കപ്പൽ മുങ്ങി പോകൂലേ? എന്നാ മണ്ടത്തരടാവേ. അതിനകത്ത് നിങ്ങൾ അതിനെ കണ്ടെത്തി. ഏതിനെ? പശുവിനെ കെട്ടാനൊരു സ്ഥലം, കാളേനെ കെട്ടാനൊരു സ്ഥലം. അപ്പൊ എല്ലാ ഒന്ന് ആലോചിച്ച് നോക്കി. അതൊരു ടെക്നോളജിയാണ്. മനസ്സിലാക്കുക നിങ്ങൾ. അതിൽ നിന്നും രൂപം കൊണ്ട അവര് ഇന്നുമുണ്ട്. അവര് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലോകമുണ്ട്, ഒരു സിസ്റ്റം ഉണ്ട്, എഡ്യൂക്കേഷണൽ സിസ്റ്റം. എവിടെ നിന്നാണ് സിസ്റ്റം വന്നതെന്ന് നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്. ഇതിവിടെ നിന്നല്ല, നമ്മുടെ രാജ്യത്തു നിന്നല്ല, ഏഷ്യയിൽ നിന്ന് പോലുമല്ല. ഏഷ്യയിൽ നിന്ന് പോലുമല്ല ഈ സിസ്റ്റം ഉണ്ടായത്. ഈ സ്ലേവ് കാച്ചേഴ്സിന്റെ സിസ്റ്റം ഉണ്ടായത് ഏഷ്യയിൽ നിന്നല്ല. കൂടുതൽ മനസ്സിലാക്കുക, പഠിക്കുക, അറിയുക. നിങ്ങളീ പറയുന്ന മുഴുവൻ ശാസ്ത്രവും, നിങ്ങളീ പറയുന്ന മുഴുവൻ സംവിധാനങ്ങളും, നിങ്ങളീ പറയുന്ന മുഴുവൻ സംഭവങ്ങളും ഉണ്ടായത് അവരിൽ നിന്നാണ്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോ. ഇന്നും അതിനെ പാലൂട്ടി വളർത്തുന്നത് അവർ തന്നെയാണ്. നിങ്ങൾ അതിനെ ഫോളോ ചെയ്യുന്നു, ഞങ്ങൾ വേറെ കാര്യം ഫോളോ ചെയ്യുന്നു. ഞങ്ങള് ഈ രാജ്യത്തിന്റെ പുരാതന യുഗത്തെ നമ്മൾ ഫോളോ ചെയ്യുന്നു, ഈ ലോകത്തിന്റെ തന്നെ പുരാതന യുഗത്തെയും നമ്മൾ ഫോളോ ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് ഫോളോ ചെയ്യാം. ഇതിനൊന്നും ഒരു നിർബന്ധവും ഇല്ല. ഒരാൾ പറയാണ് ഞാൻ ഇതാണ് ശരി, ശാസ്ത്രം ശരിയാണ്. ഒരാൾ പറയണ മതമാണ് ശരി, മതം ശരിയാണ്. ആ ആൾക്ക് ഓരോരുത്തർക്കും അത് ശരിയാണ്. എനിക്ക് ഈ വഴി ശരിയാന്ന് തോന്നി, ഇത് എന്റെ വഴി ശരിയാണ്. ഇത് ഈ വഴി ശരിയാണെന്ന് തോന്നിയ ആൾക്കാർക്ക് ഈ വഴി ശരിയാണ്. ഒന്നിനെയും തള്ളി പറയണ്ട. അവർ നിൽക്കുന്ന തലത്തിൽ അത് ശരിയാണത്. അത് മാറ്റാനൊന്നും ആരെ കൊണ്ടും പറ്റൂല, ആർക്കും കഴിയൂല. നിങ്ങൾ വിചാരിക്കുക എന്തുകൊണ്ട് ഇത്രയും ഞാൻ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് മറ്റൊരാൾക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാനോ അവർക്ക് വരാനോ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഇത് വരുമ്പോൾ ഒരു അസ്വസ്ഥത തോന്നുന്നത് എന്താണ്? ഈ സംസാരം നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. ഈ സംസാരം ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുന്ന എത്രയോ ആളുകളുണ്ട്, നിങ്ങൾക്കറിയാവോ? ഒരു 5 മിനിറ്റിൽ കൂടുതൽ ഇത് കേട്ടിരിക്കാൻ പറ്റില്ല, തലവേദന തുടങ്ങും, അവർ ഉറങ്ങിപ്പോവും ചിലപ്പോ. എന്നിട്ടും കടിച്ചു പിടിച്ചിരുന്നതിനെ മാറ്റുന്ന ആളുകളുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണത് എല്ലാവർക്കും കേൾക്കാൻ കഴിയില്ല അത്.
നിങ്ങൾ തന്നെ ഇവിടെ പിടിച്ചിരുന്നത് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഒരു അസ്വസ്ഥത തോന്നും ചില ആളുകൾക്ക്. ഇട്ടെറിഞ്ഞു പോയാലോ എന്ന് വരെ തോന്നും. എന്തത്? ഉഫ്, തല പെരുക്കും. കാരണം ഇത് കേറൂല. ഇത് കേറാനുള്ള ഗ്യാപ്പ് ഇല്ല. ഞാൻ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇത് കയറിയിട്ടുണ്ടെങ്കിൽ കുറെ സാധനം നിങ്ങളെടുത്ത് പുറത്ത് കളഞ്ഞതിന് ശേഷം കയറിയതാണ്. കയറാൻ ഗ്യാപ്പില്ലാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മൾ സാധനം കുത്തി കയറ്റി കഴിഞ്ഞാൽ അസ്വസ്ഥത ഉണ്ടാകും. കാരണം ചെറുപ്പം മുതൽ 3 വയസ്സുള്ളപ്പോൾ മുതൽ 3 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ നിങ്ങളുടെ ഉള്ളിലായിട്ട് ഒരു സാധനം ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് സിസ്റ്റം. നിങ്ങൾ സ്കൂളിൽ പഠിപ്പിച്ച, നിങ്ങൾ സ്കൂളിൽ വിട്ട, ഞാൻ സ്കൂളിൽ പഠിക്കേണ്ടതൊന്നും അല്ലാട്ടോ പറഞ്ഞത്, ആ സിസ്റ്റം നിങ്ങളിലായിട്ട് ഒരു സാധനം ഇഞ്ചെക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അത് നിറഞ്ഞിരിക്കുകയാണ്. അത് പുറത്തു പോകാത്തോണ്ട് ഇത് കേട്ട് കഴിഞ്ഞാൽ അസ്വസ്ഥത ഉണ്ടാകും. 5 മിനിറ്റ് പോലും കേട്ടിരിക്കാൻ പറ്റൂല. ഭയങ്കര അസ്വസ്ഥത ഉണ്ടാകും. ഒരു ഒരു വേണ്ട എന്ന് തോന്നും. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇതേ സെയിം നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന കാര്യം നമ്മൾ തമ്മിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ദിവസം നമ്മൾ ഇരിക്കും. ഇതേ സമയം വേറൊരാൾ ഇവിടെ വന്നിരുന്ന് കേൾക്കുവാന്ന് വെച്ചോ, അയാൾ ആദ്യം തന്നെ ഹാ ഹാന്ന് കഴിക്കും. അതിന് പറയും എന്നെ വേറെ എന്തെങ്കിലും വിഷയം മാറ്റാൻ നോക്കും. റോഡ് പണി നടക്കണേന്റെയോ അല്ലെങ്കിൽ എന്നാ സിനിമ പാട്ടിന്റെയോ, അല്ലെങ്കിൽ ഇന്ന് പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വിഷയം മാറ്റാൻ നോക്കും. നിങ്ങൾ അല്ലെങ്കിൽ രണ്ടുപേരും ഇരുന്ന് സംസാരിച്ചു വയ്ക്കുക വേറൊരാളുടെ മുമ്പിലിരുന്ന്. അവർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാനോ ഇത് ഇതിന്റെ ഒരു വാചകം പോലും ഉൾക്കൊള്ളാൻ പോലും ഉള്ള ക്ഷമ ഉണ്ടാവൂല. പറ്റൂല. നിങ്ങൾ സംസാരിച്ചു വയ്ക്കോ. ഇത് എന്നും തേങ്ങയാടോ താൻ പറഞ്ഞതെന്ന് മറ്റേ നമ്മുടെ ഷാജോൻ ചോദിച്ചോട്ട് ചോദിക്കും. നിങ്ങളൊരു 3 പേര് കൂടി യാത്ര പോവാണ്. 2 പേര് ഈ ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. ഒരാൾക്ക് ഈ ഒരു കാര്യം അറിയില്ല എന്ന് കൂട്ടിക്കോ. നിങ്ങൾ ഇച്ചിരി നേരം സംസാരിക്കുമ്പോൾ തന്നെ മറ്റേ ആൾക്ക് ഭയങ്കര ബോറടിക്കും. അയാൾ ഇത് എന്നെ നിങ്ങൾ ഈ പറഞ്ഞത്? ഇവിടെ ഇത്രയും വലിയ ശാസ്ത്രമൊക്കെ വികസിച്ച സമയത്ത് നീയൊക്കെ നീ കാളവണ്ടി യുഗത്തിലാണോ ജീവിക്കണേ എന്ന് ചോദിക്കും. അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കുക. ശരിക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ സ്കൂളിൽ ചേരാൻ പറ്റൂല. അതിനിപ്പോ എത്ര വലിയ പുള്ളിയാണെങ്കിലും ശരി, ഡൊണാൾഡ് ട്രംപ് ആണെങ്കിലും ശരി, ഇനി അതിലും വലിയ ഇപ്പൊ ലോകത്തിന്റെ മൊത്തം വലിയ പുള്ളിയാന്ന് പറഞ്ഞാൽ പുള്ളി ഇരിക്കണത് അദ്ദേഹമാണെങ്കിൽ പോലും ഈ വഴിക്ക് വന്നെന്നുണ്ടെങ്കിൽ ചില ബുദ്ധിമുട്ടാണ്. സാധ്യതയില്ല. ആരാണെങ്കിലും ഇതിന്റെ സാധ്യത ഒരിക്കലും നമ്മൾ പറയുന്നതല്ല. ഇത് എങ്ങനെയാണ് ഒരാളുടെ ഉള്ളിലേക്ക് ചിന്ത പുറപ്പെടുന്നത് നമുക്ക് പറയാൻ പറ്റൂല. ആ പാവപ്പെട്ടവനാണോ പണക്കാരനാണോ ലോകത്തെ ഏറ്റവും വലിയ ആളാണോ ചെറിയ ആളാണോ, അവൻ മുസ്ലിം ആണോ ക്രിസ്ത്യാനിയാണോ ഹിന്ദു ആണോ, ഒന്നും അതൊന്നും അല്ല ഇതിന്റെ ഘടകം. അവരിൽ എപ്പോഴോ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അവരുടെ തന്നെ ജീവിതം കൊണ്ട് സംഭവിച്ച ചില കാര്യങ്ങളിലൂടെ മാത്രമേ ഇതകത്തേട്ട് കയറുള്ളൂ. അല്ലാതെ ഒരു രീതിയിലും. അതിനാണ് ഗ്രേസ് എന്ന് പറഞ്ഞത്. കർ- ആ കർമ്മം മാത്രമാണ് ഘടകം, വേറെ ഒന്നും ഒരു ഘടകമല്ലെന്ന്. അവരെപ്പോഴോ പ്രവർത്തിച്ച ഒരു പ്രവൃത്തിയുടെ ഫലമായിട്ട് മാത്രമേ ഈ സാധനം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ രീതിയിൽ ഓപ്പൺ ആവുള്ളൂ അവരുടെ ഹൃദയം. ഉം. ആ ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു 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 ഈ കഴിഞ്ഞ സഹസ്രാബ്ദങ്ങളായിട്ടുള്ള, അല്ലേ, നമ്മൾ എന്ന് ജനിച്ചു എന്നുണ്ടായി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ഉണ്ടായിരുന്നതാണ് എന്നുള്ളതാണ് സത്യം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ പ്രപഞ്ചം നമ്മളിലൂടെയാണ് കടന്നു പോകുന്നത്, നമ്മൾ ഉണ്ടായതല്ല കേട്ടോ. ഒരിക്കലുമല്ല. നിങ്ങൾ ഏത് ഏത് ഗ്രന്ഥം എടുത്ത് പരിശോധിച്ച് നോക്കോ, ബ്രഹ്മം, പരബ്രഹ്മം, റൂഹ്, ആ എവിടെ നിന്ന് ഊതി? ദൈവത്തിൽ നിന്നും റൂഹ് ഊതി.
ദൈവപുത്രന്മാരാണ് നിങ്ങൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രതിച്ഛായകളാണ് നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു സീക്രട്ട് ഉണ്ട്. ആ ഇൻഫിനിറ്റിയാണ് നിങ്ങൾ. ദൈവം എന്നുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടായതല്ല, അത് ഉണ്ടായിരുന്നതാണ്. നിങ്ങളും ഉണ്ടായതല്ല, ഉണ്ടായിരുന്നതാണ്. ആ യാത്രയിൽ എപ്പോഴോ നിങ്ങൾ ചെയ്ത ഒരു ഒരു കർമ്മം, ഒരു ഘടകം, നിങ്ങൾ അതൊക്കെ എന്തിനാ അറിയണം? ഇതിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായും മോചനമായി കഴിഞ്ഞാൽ നിങ്ങൾ കടന്നു വന്ന മുഴുവൻ വഴികളും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് മോചനമാവാൻ എങ്ങനെ അത് പഠിക്കുക? എനിക്ക് ഭ്രാന്താന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല. എനിക്ക് എങ്ങനെയാന്ന് വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. എന്ത് വിചാരിച്ചാലും എനിക്കൊരു വിഷയമല്ല. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല, ആരെയും കമ്പൽ ചെയ്യുന്നില്ല. മറഞ്ഞു കിടക്കുന്നതിനെ പുറത്തു കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ മിഷൻ. തീർച്ചയായും വീണ്ടും ആ യുഗത്തിലേക്ക് നിങ്ങൾ പോകും. ആളുകൾ ഈ ടെക്നോളജിയെ വെറുക്കാൻ തുടങ്ങും. അത് അവർക്ക് അരോചകമായി തോന്നും. അവരുടെ മനസ്സിന്റെ താളം തെറ്റിക്കും. അവർ വലിച്ചെറിയും പലതും. മനസ്സിന്റെ താളം തെറ്റിക്കും, വലിച്ചെറിയും ടെക്നോളജി. എവിടെയെങ്കിലും പോയി ഒളിക്കും ആദ്യ ആളുകൾ. കാടുകളെയും മലകളെയും മലനിരകളെയും ശരണം പ്രാപിക്കും. ഇതൊന്നും സ്ട്രെസ് മാറാൻ ഇപ്പോഴും നിങ്ങൾ കണ്ടിട്ടില്ലേ? വലിയ IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യണവരെ ഞായറാഴ്ച വരാൻ നോക്കിയിരിക്കുക വിട്ടു പോകാൻ വേണ്ടിയിട്ട്, എവിടെയെങ്കിലും ദൂരെ പോയി ഏതെങ്കിലും സ്വസ്ഥമായ ഒരു സ്ഥലത്ത് പോയി ഒരു ദിവസമെങ്കിലും ഇരുന്നിട്ട് തിരിച്ചു വരാൻ. ഒറ്റയ്ക്ക് പോകുന്നവരുണ്ട്, ഫാമിലി ആയിട്ട് പോകുന്നവരുണ്ട്. ഓടുക. ഉദാഹരണത്തിന് നിങ്ങൾ നോക്കിക്കോ, വെള്ളിയാഴ്ച വൈകുന്നേരം, ശനിയാഴ്ച വൈകുന്നേരം ഇവിടെ ഒരു എക്സ്പ്രസ് ഹൈവേ ഉണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് മൈസൂർക്ക് പോണ എക്സ്പ്രസ് ഹൈവേ. ഒരു വണ്ടിക്ക് കടന്നു പോകാൻ ഗ്യാപ്പില്ല, അങ്ങനെ നിറഞ്ഞു വണ്ടികൾ പോകും. ഞായറാഴ്ച വൈകുന്നേരം തിരിച്ചു. തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം 4 ദിവസം കാലിയ എക്സ്പ്രസ് ഹൈവേ. മനുഷ്യന് പരക്കം പാച്ചിലാണ് എവിടെങ്കിലും പോയി ഒന്ന് സമാധാനമായിട്ടിരിക്കാൻ വേണ്ടിട്ട്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ. പഠിക്കുക കൂടുതൽ. സ്കൂളിൽ